നമസ്കാരം. ഇന്ത്യയുടെ FCRA നിയമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് അമെൻമെന്റ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് ഇതിനെ അട്ടിമറിക്കുവാൻ ശ്രമം നടത്തിയത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ക്രോണോളജി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ വല്ലാത്ത ഭീതി തോന്നും. അത്രമാത്രം ഭയാനകമായ രീതിയിലാണ് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മെയ് 7-ാം തീയതി അവരുടെ അമേരിക്കൻ കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ ഫ്രീഡം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് ഇറക്കുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ റിലീജിയസ് ഫ്രീഡം, ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ മതസ്വാതന്ത്ര്യം ഇതാ തകർത്തെറിയുവാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വരാൻ പോകുന്നു. വളരെയധികം ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ സമീപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു റിപ്പോർട്ട് പുറത്തേക്ക് ഇറക്കുകയാണ്. പിന്നീട് തുടർന്നുള്ള വളരെ തുടർച്ചയായ ഇടപെടലുകളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടത്തിയത് എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തത് അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രക്ഷോഭം രൂപീകരിക്കുവാനുള്ള ഒരു തുടക്കം കുറിക്കുന്നു. ആ തുടക്കം കുറിക്കുന്നത് അഭിജിത്ത് ദീപ്കയിലൂടെയാണ്. മെയ് 16-ാം തീയതിയാണ് CJP ഫോം ചെയ്യുന്നത്. CJP ഫോം ചെയ്ത് കൃത്യം ഒരു ദിവസത്തിനകം 22 മില്യൺ ഫോളോവേഴ്സാണ് അവർക്കുണ്ടാകുന്നത്. ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ നിന്നല്ല, ഐവറി കോസ്റ്റിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അടക്കം പാലസ്തീനിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള മാസ് സപ്പോർട്ടേഴ്സാണ് ഈ രീതിയിൽ CJPക്ക് ലഭ്യമായത് എന്നതാണ്. വളരെയധികം ബോട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പല കൃത്രിമത്വങ്ങൾ കാണിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു ഫോളോവേഴ്സ്, വളരെ മാസീവായിട്ടുള്ള വളരെയധികം ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് കോടികളാണ് മുടക്കിയത് എന്നുള്ളതാണ്. ഇതിനകത്ത് അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് നിരവധി ആൾക്കാരാണ് ഇതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ളത്, ഇതിലേക്കുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് പകൽ പോലെ വെളിച്ചത്താകുന്ന ഒരു സംഭവമാണ്. തീർന്നില്ല, അതുകൊണ്ടും തീർന്നില്ല ഈ വിഷയം. മെയ് 21 ക്രിസ് സ്മിത്ത് അവരുടെ അമേരിക്കൻ വാഷിങ്ടൺ എക്സാമിനർ എന്ന് പറഞ്ഞ അവരുടെ പബ്ലിക്കേഷനിൽ ഒരു കാര്യം പറയുകയുണ്ടായി. വീണ്ടും ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി അപകടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമം മെയ് 21 മുതൽ ഓഗസ്റ്റ് 12-നിടയിൽ ഇന്ത്യയിൽ പാസ്സാക്കും. ആലോചിച്ച് നോക്കണം, ഇത് ഇന്ത്യയുടെ മൺസൂൺ സെഷൻ്റെ ഡേറ്റ് ആണ്. മൺസൂൺ സെഷൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യുന്നതിനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അമേരിക്കയിൽ ഒരു പബ്ലിക്കേഷനിൽ ഇത്തരത്തിലുള്ളൊരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത് എന്നുള്ളതാണ്. അവരുടെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. മെയ് 29-ന് വീണ്ടും അടുത്ത പ്രശ്നം നടക്കുന്നു. CJP വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മെയ് 29-ന്റെ പ്രത്യേകത. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നത്, മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം ഇന്ത്യ അമേരിക്ക ബൈലാറ്ററൽ വിഷയങ്ങളോ മറ്റ് ഡിഫൻസുമായി പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നുമല്ല ചർച്ച ചെയ്തത്. ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള സംസാരത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെയോ കാര്യങ്ങളോ ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് മുന്നേ മാർക്കോ റൂബിയോ പോയത് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്കാണ്, കൊൽക്കത്തയിലേക്കാണ്. അതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന്. മാത്രമല്ല അതിനുശേഷം വീണ്ടും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അമേരിക്ക ഇതിനകത്തേക്ക് ഇടപെട്ടുകൊണ്ടേയിരുന്നു. എന്തായിരിക്കാം FCRA വിഷയത്തിൽ അവരെ ഇത്ര രൂക്ഷമായി ഇടപെടുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യക്കകത്ത് അമേരിക്കയ്ക്ക് വലിയ പ്രോജക്റ്റ് ഉണ്ട്. തിമോത്തി പ്രോജക്റ്റ് ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വലിയ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അർബൻ നക്സൽസിനെ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. മതേതരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ആൾക്കാരും ഇതിൻ്റെ ഭാഗഭാക്കാകുന്നുണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷം പല സാഹിത്യകാരന്മാർ മുൻപേ തന്നെ നമ്മൾ പ്രേക്ഷകരുമായി ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചില സാഹിത്യകാരന്മാർ, ഒരു ചരിത്രകാരൻ, വളരെ പ്രസിദ്ധനായ കേരളത്തിൻ്റെ ഒരു ചരിത്രകാരൻ വളരെ വ്യക്തിപരമായ സംഭാഷണത്തിനിടയ്ക്ക് സംസാരിച്ച ഒരു കാര്യമാണ്, കേരളത്തിലെ ചില സാഹിത്യകാരന്മാർക്ക് വർഷാവർഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വളരെ നല്ല രീതിയിലൊരു സന്ദർശനത്തിനും അത് അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മൃഗീയമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ മതപരമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയെ തകർത്തെറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യം എന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് സ്വാധീനമുള്ള ഒരു രാജ്യം എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ
കാര്യമായ രീതിയിലുള്ള ഫണ്ടിങ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉൾഫയുടെ പ്രവർത്തനങ്ങളൊന്നും വളരെ ശക്തമായിട്ട് അവർക്ക് നടപ്പിലാക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ഉൾഫ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഭീകരവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നു. മാത്യു ആരൻ വാൻഡക്കിൻ്റെ പ്രവർത്തനം ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായതാണ്. മാത്യു ആരൻ വാൻഡക്ക് നേരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോകുകയും അതിനുശേഷം മ്യാൻമറിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഡ്രോൺ പരിശീലനം നൽകുകയും ചെയ്തു. അതുമാതിരി ഇത്തരത്തിലുള്ള അത്യാധുനികമായ രീതിയിലുള്ള പരിശീലനങ്ങൾ ഈ രീതിയിൽ ഉൾഫ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾ നേടിയെടുത്തതിന് ശേഷം അവർ ഇത് പകർന്നു കൊടുക്കുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഭീകരവാദ സംഘടനകൾക്കാണ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പ്രോജക്റ്റ്, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു മഹാഗഡ്ബന്ധൻ ആണ് ഇതിനകത്തേക്ക് അവർ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ വളരെ ശക്തമായ ഒരു മൂവ്മെൻറ്റ്, പല സംശയാസ്പദമായ കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. എവിടേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത് എന്ന് കോൺഗ്രസിലെ ആർക്കും തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധി പോകുന്ന യാത്രകൾ സംശയാസ്പദമാണ് എന്ന വളരെ ശക്തമായ ആരോപണങ്ങൾ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്? അത് മാത്രമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടോവിയ കുത്രോച്ചി അടക്കം പാർലമെൻറ്റിൻ്റെ ലോക്ക് ബുക്കിൽ രേഖപ്പെടുത്താതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന ചില ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് അരുൺ നെഹ്റു ആണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങളെ നമ്മൾ വിശദീകരിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യക്കകത്ത് ഒരു വലിയ ശക്തമായ ഡീപ് സ്റ്റേറ്റ് FCRI അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. FCRI അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. കാരണം പല പ്രോജക്റ്റുകൾക്കും നടപ്പിലാകാതെ പോകും എന്നതാണ് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക. അതിനെ തകിടം മറിക്കുന്നതിന് എങ്ങനെ വേണമുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് സദാ സന്നദ്ധവും ജാഗ്രതയോടുകൂടിയാണ്, ജാഗരൂകമായാണ് അമേരിക്ക ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതം ഭരിക്കുന്ന സർക്കാരിന് ഭാരതത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഭാരതത്തിൻ്റെ പൗരന്മാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം പശ്ചിമ ബംഗാളിനോട് അനുബന്ധ പ്രദേശങ്ങളിൽ നമ്മൾ ഫെൻസിങ് നടത്തി, വേലികൾ കെട്ടിത്തിരിച്ചു, ഇങ്ങോട്ടേക്ക് നുഴഞ്ഞുകയറ്റം തടഞ്ഞു, മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലേക്ക് എത്തുന്നതും തടഞ്ഞു, ഇന്ത്യയെ സുരക്ഷിതമാക്കി വച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അനുരണനങ്ങൾ തീർച്ചയായും ഇനിയും ഉണ്ടാകും. ജാഗ്രതയോടെ രാഷ്ട്രം അതിനെ നോക്കിക്കാണുകയും ചെയ്യും.